കൃത്യമായ ഓണറേറിയം ലഭിക്കാതെ ദുരിതത്തിലായി അംഗൻവാടി ജീവനക്കാർ. കിട്ടുന്ന തുച്ഛമായ തുക അംഗൻവാടിയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വരുന്നതുമൂലം ജീവനക്കാരിൽ പലരും കടക്കെണിയിലാണ്. ഞങ്ങളെ അംഗനവാടി ജീവനക്കാർ ഇപ്പോൾ വളരെ എന്നുവെച്ചാൽ ശമ്പളം കുറവുണ്ടായതുകൊണ്ട് തന്നെ അംഗനവാടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഇവിടെയും ഭാരിച്ച ചിലവാണ് വരുന്നത്. ഗ്യാസിൻ്റെ ആയാലും വെള്ളത്തിൻ്റെ ആയാലും കറണ്ടിൻ്റെ ആയാലും പല അംഗനവാടികളിലും വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കും വാട്ടർ ബില്ല് കൂടുതലാണ് വരുന്നത്. അതടക്കാനുള്ള ബുദ്ധിമുട്ട് ടീച്ചർമാർ അനുഭവിക്കുകയാണ്. അതുപോലെ സാലറി എന്ന് പറയുന്നത് ഇപ്പം 13,500 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്രാവശ്യം അത് വിഷു ഇപ്പം റംസാൻ പെരുന്നാൾ കഴിഞ്ഞു. ആ 2 ഗഡുക്കൾ മാത്രമാണ് നമുക്ക് ആദ്യം കിട്ടിയത്. പിന്നെ വരുന്നത് മാസം അവസാനമാണ് വരുന്നത്. അപ്പോൾ ലോണും മറ്റു കാര്യങ്ങളിലെ ജീവനക്കാർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തരുന്ന തുച്ഛമായ ശമ്പളം അതൊറ്റ ഇതിലായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെങ്കിലും വലിയൊരു ഉപകാരമായിരുന്നു. ഒരു മിനിമം വേതനം ആക്കണം എന്ന് പറഞ്ഞത് ഇതുവരെ അത് ഗവൺമെൻറ് പരിഗണിച്ചിട്ടില്ല. ഒരു തൊഴിലാളിയെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഇൻഷുറൻസ് എന്തെങ്കിലും ഒരു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീവനക്കാർക്ക് വളരെ ഉപകാരപ്രദമാവും. എന്താ വെച്ചാൽ ഏത് ജോലിക്കും നമുക്കൊരു മിനിമം വേതനമുണ്ട്. പക്ഷേ ഞങ്ങൾ അംഗനവാടി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്തൊരവസ്ഥയാണുള്ളത്. ഞങ്ങൾക്ക് കിട്ടുന്നത് 3 വിഹിതമായിട്ടാണ്. പഞ്ചായത്തിൻ്റെ ഒരു 2,200, കേരള ഗവൺമെൻറ് ഒരു 6,800, കേന്ദ്ര ഗവൺമെൻറ് ഒരു 4,500 രൂപ. ആ 4,500 നമ്മൾ 10 വർഷം കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ ഒരു 33 രൂപ ഇൻക്രിമെൻറ്റ് തരാറുണ്ട്. പിന്നെ 10 വർഷമാകുമ്പോൾ 63 രൂപ. അങ്ങനെ 4,563 രൂപ കിട്ടുന്നത് ഇപ്പം 3 മാസമായിട്ട് ആ ഇൻക്രിമെൻറ്റ് കിട്ടുന്ന 63 രൂപയും എടുത്തു കളഞ്ഞിട്ടായുള്ളത്. അത് നമുക്ക് ഇപ്രാവശ്യം വന്ന ഈ 3 മാസം വരുന്ന ശമ്പളത്തിൽ ആ 63 രൂപയും ഞങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് വന്നത്. ഇപ്പം വന്ന ഓർഡറിൽ തരാനുള്ളത് ഓർഡർ ഇല്ല. അതുകൊണ്ടാണ് ഇത് കട്ടാക്കിയതെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് തന്നതുപോലും അങ്ങോട്ടേക്ക് തിരിച്ചു പിടിക്കുന്നൊരവസ്ഥയാണുള്ളത്. അതുപോലെ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 250 രൂപ ഒരു TA എന്ന് പറഞ്ഞിട്ട് കിട്ടാറുണ്ട്. ആ TA-യും നമുക്ക് ഈ 2021 മുതൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത് തന്നെ സർക്കാർ 2023 350 രൂപയായിട്ട് ഉയർത്തിയൊരു ഓർഡർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അത് തരില്ല, അല്ല നിർത്തലാക്കിയെന്ന് ഗവൺമെൻറ് ഓർഡർ വിട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇതുവരെ ഓരോ ആൾക്കും 10-12,000 രൂപ രീതിയിൽ അത് കിട്ടാനുണ്ട്. അതുപോലെ ഞങ്ങൾ ഈ തുച്ഛമായ വരുമാനം കിട്ടുന്നവർക്ക് ഒരു ആശ്വാസമായിരുന്ന പ്രൊജക്റ്റ് മീറ്റിങ്ങിലും പോകുമ്പോൾ ബസ്സിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ഞങ്ങൾക്ക് എടുത്ത് കളഞ്ഞിട്ടില്ല. അതും നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത് നമ്മൾ ഗ്യാസിൻ്റെ ബില്ലടക്കുന്നത്, അത് വെള്ളത്തിൻ്റെ ബില്ലടക്കുന്നത്, കറണ്ട് ബില്ലടക്കുന്നത് അത് ഞങ്ങളിലെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് സർക്കാരോ അത് പഞ്ചായത്തോ നേരിട്ട് അവർ തന്നെ അടക്കുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിട്ട് ടീച്ചർമാർക്ക് ഗുണം ചെയ്യും. കാരണം ഈ 13,500 രൂപ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ പച്ചക്കറിയൊക്കെ വാങ്ങും. ഈ അടക്കുന്ന പൈസയൊക്കെ തരുന്നില്ല എന്നല്ല, പക്ഷെ അതൊക്കെ മാസങ്ങളോളം കഴിഞ്ഞിട്ട് റീഫണ്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇടയിൽ എപ്പോഴാണ് ഗ്യാസ് തീരുക എന്ന് പറയാൻ കഴിയില്ല. ആ സമയത്ത് എപ്പോഴും ഞങ്ങളുടെ കയ്യിലൊരു പൈസ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ മെനു എന്ന് പറയുന്നത് ഒരു മാസം പോലും ഗ്യാസ് എത്തുന്നില്ല. രാവിലെ മുതൽ ഇലപടിയായാലും ഉച്ചക്ക് ഭക്ഷണം ബിരിയാണി അങ്ങനത്തെ സംഭവം, വൈകുന്നേരം ഇഡലി അങ്ങനെ സാധനങ്ങൾ. അപ്പോൾ ഗ്യാസ് രാവിലെ 9:30 തുറന്നു കഴിഞ്ഞാൽ 3 മണി വരെ എന്ന് പറഞ്ഞാൽ ഗ്യാസ് എപ്പോഴും ഓണിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത്ര ഒരു മാസമാണ് നമുക്കിപ്പോൾ ഒരുപാട് കുട്ടികളിൽ ഞങ്ങളെപ്പോലത്തെ സെൻറ്ററുകളിൽ എത്തുന്നത്. അപ്പോൾ 45 ദിവസം എന്ന് പറയുമ്പോൾ അതും വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് മാറുന്നത്. അപ്പോൾ സർക്കാർ ഏറ്റെടുത്തത് ഗ്യാസിൽ ഞങ്ങൾക്ക് ഇറക്കി തരാനുള്ള സൗകര്യം ഒരുക്കിയാൽ തന്നെ കുറച്ചെങ്കിലും ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് ഞങ്ങൾ ജീവനക്കാർക്ക് മാറും.